നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിൽ നിന്നും യാത്രികന് പാമ്പിന്റെ കടിയേറ്റു. പെരുമ്പാമ്പിന്റെ കുഞ്ഞാണ് അതിനെ കടിച്ചത്. പേരാമ്പ്രയിലെ വ്യാപാരിയെ ഫിറാസ് കല്ലാട്ടിനാണ് കടിയേറ്റത്. പെരുമ്പാമ്പിന്റെ കുഞ്ഞിഴഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ നേരത്തെ തൃശ്ശൂർ കണ്ടായിരുന്നു. പെരുമ്പാമ്പിന്റെ 28 കുട്ടികളെയും അതിന്റെ കുറേയധികം മുട്ടകളൊക്കെ നമ്മൾ തൃശ്ശൂരിലൊരു വീട്ടിൽ നിന്നും പല ഭാഗങ്ങളിലായി കുഴിച്ചെടുത്ത ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് അതും സ്കൂട്ടറിലാണ് ആദ്യം കണ്ടതെങ്കിൽ ഇതും സ്കൂട്ടറിൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിലിൻ്റെ എവിടെ ഇരിക്കുകയാണ് ഇത്ര നീളമുള്ള ഈ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞ്. അപ്പോൾ മോളെ മദ്രസയിൽ നിന്ന് വീട്ടിലായിട്ടാക്കി തിരിച്ചു വരുന്ന വഴിയാണ് ഹാൻഡിലിൽ നിന്നും കൈക്ക് പാമ്പിൻ്റെ കടിയേറ്റത്. അപ്പോൾ പെട്ടെന്ന് നീറ്റലിൻ്റെ ഫോട്ടോ ഉടനെ ആശുപത്രിയിലേക്ക് പോയി. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എഴഞ്ഞു പോകുന്ന ഈ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ കണ്ടത്. കുഞ്ഞാണെങ്കിലും അത്യാവശ്യം വലിയ കുഞ്ഞാണ് ആ കുഞ്ഞ്. പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണ്. ഇതിന് വിഷബാധ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും അത് കടി കുറച്ച് ഹാനികരമായ കടിയാണ് എന്നാണ് പറയുന്നത്. വർഷ ഗിരീഷ് വിവരങ്ങൾ ചേർന്നു. വർഷ, ഈ സ്കൂട്ടറിലേക്ക് ഈ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞ് കയറിയിരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടോ എന്ന് അവിടെ പരിശോധിക്കേണ്ടി വരും. തൃശ്ശൂർ നമ്മൾ കണ്ടതാണ് കുറേ കുഞ്ഞുങ്ങൾ. വർഷ. അതെ ഹാഷ്മി, ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. എങ്ങനെ ഈ വണ്ടിയിൽ പെരുമ്പാമ്പിന്റെ കുഞ്ഞ് കയറി എന്നുള്ള കാര്യം വ്യക്തമല്ല. ഈ വ്യാപാരിയായിട്ടുള്ള ഫിറോസ് കല്ലാട്ട് എന്ന് പറയുന്ന ആള് മകളെ മദ്രസയിലാക്കി തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഈ പാമ്പിനെ കണ്ടിരുന്നില്ല. ശേഷം കൈക്ക് കടിക്കുകയായിരുന്നു. എന്തായാലും കടിച്ചുടനെ തന്നെ നീറ്റൽ അനുഭവപ്പെട്ടതോടെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പെരുമ്പാമ്പിന്റെ കുട്ടിയായതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാമ്പിനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് വലിയ ഭയം ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോഴും ഈ പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. കാരണം പ്രദേശത്ത് ജനങ്ങളുള്ള പ്രദേശമാണ്. അത്തരമിടങ്ങളിൽ ഈ പാമ്പിന്റെ കുഞ്ഞ് എങ്ങനെ എത്തി എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ ആൾക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.